വിനോദസഞ്ചാരത്തിന് മങ്ങലേൽപ്പിച്ച് കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായ വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലത്തിന്റെ നവീകരണത്തിൽ മാറ്റം. 3.5 കോടി രൂപ മുടക്കി പാലത്തിന് ഇരുവശവും ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ നിർമ്മിച്ച് നവീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ കിഫ്ബിയുടെ അനുമതി കിട്ടാത്തതിനാൽ 1.5 കോടി രൂപ ഉപയോഗിച്ച് നവീകരണം പൂർത്തിയാക്കുവാനാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നീക്കം. ഇതിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലങ്ങളിലൊന്നാണ് കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെള്ളിലാങ്കണ്ടത്തെ കുഴൽപ്പാലം. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി 3.5 കോടി രൂപ ഉപയോഗിച്ച നവീകരണം നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ മേഖലയിലെ ടൂറിസം സാധ്യത കണക്കിലെടുത്ത പാലത്തിന് ഇരുവശത്തും പൂന്തോട്ടങ്ങളോടുകൂടിയുള്ള ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയാണ് വിഭാവനം ചെയ്തിരുന്നത്. ഈ പദ്ധതിക്കുള്ള തുകയാണ് ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നതെന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലം. നിരവധി ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്നതും അതുപോലെ തന്നെ ശബരിമല സീസണിൽ ആയിരക്കണക്കിന് അയ്യപ്പന്മാരുമൊക്കെ വിശ്രമത്തിനായിരിക്കുന്ന ഈ മൺപാലം ഇപ്പോൾ കിഫ്ബിയുടെ നേതൃത്വത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്ലാനുകളും മാറ്റി തകിടം മറിക്കുന്ന രീതിയിലാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്. നമുക്കറിയാം, വാഗമണ്ണ്, അതുപോലെ വാഗമൺ തേക്കടി, വാഗമൺ രാമക്കൽമേട്, വാഗമൺ ഇടുക്കി, അല്ലെങ്കിൽ വാഗമൺ അഞ്ചുരുളി, ആ റൂട്ടിലെ പ്രധാന ആകർഷണ കേന്ദ്രമായ ഈ കുഴൽപ്പാലം നല്ല രീതിയിൽ അവിടെ സഞ്ചാരികൾക്ക് ഇരിപ്പിടവും അതുപോലെ തന്നെ നയനമനോഹരമായ കാഴ്ചകളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് 2 ഗ്രാമപഞ്ചായത്തുകളുടെ മന്ത്രിതലത്തിൽ പോലും ചെന്ന് നമ്മൾ സമർപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിച്ചത് നമ്മുടെ മാക്സിമം വാട്ടർ ലെവൽ കൊണ്ട് കെട്ടി നിർത്തിയിട്ട് 2 സൈഡിലും മണ്ണിട്ട് നിർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ വന്നാൽ തന്നെ ഈ മണ്ണെല്ലാം ഒലിച്ച് വീണ്ടും ഈ ഡാമിലേക്ക് ചാടുകയും ആ റോഡ് താറുമാറാകും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എത്ര കാര്യക്ഷമമായി തന്നെ നല്ല ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചാൽ ഏറ്റവും മനോഹരമാകുന്ന ഒരു ഇടത്താവളമായി മാറാവുന്ന ആണ് ഈ അധികൃതരുടെ അനാസ്ഥത മൂലം നശിക്കാൻ പോകും. മണ്ണൊലിപ്പുണ്ടാകുകയും പലതവണ ടാറിങ്ങിനരികിൽ കുഴികൾ രൂപപ്പെടുകയും ചെയ്തപ്പോൾ ടാറിംഗ് ഉൾപ്പെടെ 18.5 മീറ്ററായി വീതി കൂട്ടുവാനാണ് തീരുമാനിച്ചത്. റോഡിനൊപ്പം കൽക്കെട്ടുയർത്തി ബലപ്പെടുത്തുവാനും നിശ്ചയിച്ചിരുന്നു. എന്നാൽ കിഫ്ബി അനുമതി നൽകാത്തതിനാൽ ഇടുക്കി പദ്ധതി ക്യാച്ച്മെന്റ് ഏരിയയുടെ പരമാവധി ജലനിരപ്പിനൊപ്പം മാത്രമാണ് കൽക്കെട്ട് നിർമ്മിക്കുന്നത്. ബാക്കി ഭാഗം മണ്ണുപയോഗിച്ച് ബലപ്പെടുത്തുവാനാണ് നീക്കം. 18.5 മീറ്റർ വീതി എന്നുള്ളത് 12.5 മീറ്ററാക്കി കുറച്ചിട്ടുമുണ്ട്. ഈ രീതിയിൽ നിർമ്മാണം തുടർന്നാൽ ശക്തമായ മഴയിൽ മണ്ണൊലിപ്പുണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകൾ സംയുക്തമായി പാലം നവീകരണവും സൗന്ദര്യവൽക്കരണവും ലക്ഷ്യമിട്ട് സർക്കാരിനെ സമീപിച്ചതിനെ തുടർന്നാണ് 3.5 കോടിയോളം രൂപയുടെ പദ്ധതി അന്ന് തയ്യാറാക്കിയതെന്ന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു. 2 പഞ്ചായത്ത്, അയ്യപ്പൻകോവിലിനെയും കാഞ്ചിയാർ പഞ്ചായത്തുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഇതിന് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വികസനമുള്ള ഒരു പ്രദേശമാണിത്. 2 പഞ്ചായത്തുകളും കമ്മിറ്റിയുടെ തീരുമാനമൊക്കെ എടുത്ത് വൈദ്യുതി വകുപ്പ് മന്ത്രിയും ജലസേചന വകുപ്പ് മന്ത്രിയും ഒക്കെ കണ്ട് ഇത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ടൂറിസം മേഖലയ്ക്ക് ബെഞ്ചൊക്കെ ഇട്ട് 4 മണിക്കാറ്റ് കൊള്ളുന്നതിന് വേണ്ടിയുള്ള സൗകര്യമൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ ഇരുവശങ്ങളിലൂടെ നടപ്പാതയൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി 2 പഞ്ചായത്തിനും കൂടി ഇതിന് വേണ്ടി ശ്രമിച്ചതുമാണ് കൊണ്ടുകൊടുത്ത് അങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളോട് അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഈ പണിയുടെ പുരോഗതിയുടെ ഭാഗമായിട്ട് ടൂറിസം മേഖലയ്ക്ക് മങ്ങലേറ്റ രീതിയിലാണ്. എന്നാൽ അതേ രീതിയിലല്ല, പഴയ അവസ്ഥയിൽ തന്നെയാണ് ഇതിൻ്റെ പണി നടത്തുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതേസമയം പദ്ധതിയിൽ മാറ്റം വരുത്തിയ വിവരം ഇരു പഞ്ചായത്തുകളെയും അധികൃതർ അറിയിച്ചിട്ടില്ല. ടൂറിസം സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ഈ തീരുമാനം പുനർപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കുമെന്ന് ഇരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളും വ്യക്തമാക്കി.